ഹലോ, ഞാൻ കെസിയ തോട്ടം ടു തട്ട് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇവിടെ കുറച്ച് പണിയും തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടാനായിട്ട് വൈകി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കണ്ടോ കുറച്ച് എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് പെറ്റൂണിയ കിട്ടി. അത് തൈകളുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ, അതിലും ഓരോന്നിലും നിറച്ച് മൊട്ടുകളും ഉണ്ട്. കുറേ പൂവുകൾ കുറേ വിരിഞ്ഞതും ഉണ്ട്, ഇനി വിരിയാനായിട്ട് നിറച്ച് മൊട്ടുകളും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാമെന്ന്. അത് എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് വെറൈറ്റി കളറുകളാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഹൈബ്രിഡ് പെറ്റൂണിയ ആകെ ഒരു കളറുള്ളൂ, ബാക്കിയെല്ലാം നാടൻ പെറ്റൂണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിട്ട് കളയാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ എല്ലാം വാങ്ങിച്ചു, ഇല്ലാത്ത കളറുകൾ എല്ലാം നോക്കി അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ ഞാനിവിടെ പോട്ടിങ്സായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മണ്ണും ചകിരിച്ചോറും അതുപോലെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും കോഴിവളവും കൂടെ ചേർക്കാറുണ്ട് പച്ചക്കറിക്കും അതുപോലെ ചെടികൾക്കൊക്കെ. പക്ഷെ ഞാൻ ഇതിൽ ചേർക്കണില്ല കേട്ടോ. കാരണം ഒരു കാര്യം, ഹൈബ്രിഡ് പെറ്റൂണിയാണ്, അപ്പോൾ പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായിട്ടും. പിന്നെ ഇവിടെ നല്ല വെയിലും നല്ല ചൂടുമാണ്. ഇവിടെ മഴ ഒട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. ആകെ 2 മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ വെയിലും ചൂടിനൊന്നും ഒട്ടും കുറവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കോഴിവളം കൂടെ ചേർക്കണ്ട, ഇനിയിപ്പോൾ അങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പിടിക്കാതിരുന്നാലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഞാൻ കോഴിവളം ചേർക്കണില്ല. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും അങ്ങനെയുള്ള ഈ 4 കൂട്ടം മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചെടിച്ചട്ടി കണ്ടോ, ഈ ചെടിച്ചട്ടിക്ക് 6 രൂപയുള്ളൂ കേട്ടോ. ഇതിൻ്റെ നല്ല കുഴിവുണ്ട്, നല്ലപോലെ മണ്ണും കൊള്ളും. നല്ല അടിപൊളി ചട്ടിയാണ്. ഇതിൻ്റെ തന്നെ വെള്ളയുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഞാൻ ഹാങ് ചെയ്ത് ഇടാനായിട്ടുള്ള ചെടികൾ എല്ലാം ഇങ്ങനത്തെ ചട്ടി തന്നെയാണ് വാങ്ങാറ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ചെടിച്ചട്ടി മാനുഫാക്ചറിങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എല്ലായ്പ്പോഴും ചട്ടികൾ വാങ്ങിക്കാറ് കേട്ടോ. നല്ല അടിപൊളി ചട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നല്ലപോലെ വാർന്ന് പോകാനായിട്ട് ആ ഹോൾസിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഊടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഒരു 1/4 ഭാഗം മണ്ണാണ് കേട്ടോ നിറയ്ക്കണേ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, പെറ്റൂണിയയ്ക്ക് വെള്ളം ഒട്ടും കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. വെള്ളം നന്നായിട്ട് വാർന്നു പോകണം. അതുപോലെ തന്നെ നല്ല ശക്തിയുള്ള വെയിൽ കൊള്ളാനായിട്ട് പാടില്ല. ചൂട് അത്രയ്ക്ക് ഇതിന് പറ്റില്ല, സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പെറ്റൂണിയ, പ്രത്യേകിച്ച് ഹൈബ്രിഡ് പെറ്റൂണിയ നടാനായിട്ട്. അപ്പം സാധാരണ നാടൻ പെറ്റൂണിയ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ ഇവിടെയൊക്കെ നല്ല പോലെ ഉണ്ടാവും. പക്ഷേ ഹൈബ്രിഡ് പെറ്റൂണിയ കുറച്ച് ബുദ്ധിമുട്ടാണ് പിടിച്ച് കിട്ടാനായിട്ടും പൂക്കൾ ഉണ്ടാവാനൊക്കെ. അപ്പോൾ ഞാൻ പെറ്റൂണിയ നടുമ്പോൾ ഇതൊക്കെ പിടിച്ച് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഓരോന്നും വെക്കണത്. ഞാനപ്പോൾ എല്ലാ ചെടിച്ചട്ടിയിലും ഒരു 1/4 ഭാഗത്തോളം മണ്ണിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കവർ പൊട്ടിച്ച്, കവറിലാണ് കേട്ടോ ചെടികൾ കിട്ടിയിട്ടുള്ളത്. ഇന്നാളൊക്കെ എനിക്ക് കുഞ്ഞ് ചട്ടിയിലായിട്ടായിരുന്നു കിട്ടിയത്, പക്ഷേ ഇപ്രാവശ്യം കവറിലാണ്. അത് നല്ല വലിയ കവറാണ്. കവറുകളിലൊക്കെ നല്ലപോലെ മണ്ണുമുണ്ട്. കണ്ടോ, ആ മണ്ണിൽ ഫുള്ളായിട്ടും വേരും നല്ല പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഒരു എന്താ പറയുക, ഒരു കുറേശ്ശെ ആയിട്ടുള്ളൊരു മണ്ണാണ് കേട്ടോ, ചുമന്ന കളറായിട്ടുള്ള മണ്ണാണ്. ഞാൻ കുറച്ച് മണ്ണ് അടർത്തി കളയാമെന്ന് വിചാരിച്ചു, പക്ഷേ ഫുള്ളും വേരിറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒട്ടും ഞാൻ മണ്ണ് കളയണില്ല. കാരണം മണ്ണ് കളഞ്ഞു കഴിഞ്ഞാൽ വേര് പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും വേരൊന്നും കളയാതെ മണ്ണും കളയാതെ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ വെക്കണത്. എന്നിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്തും കൂടെ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇടുകയാണ് ചെയ്യണേ, ഇട്ട് നിറയ്ക്കുകയാണ് ചെയ്യണേ. ഇതിൻ്റെ ഓരോ തെയ്യും നല്ലപോലെ മുട്ടുകളുണ്ട്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളുമാണ്. ഇതൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ എല്ലാ ദിവസവും വിരിയാനുള്ള മുട്ടുകൾ ഇപ്പം തന്നെ അതുമ്മയുണ്ട്. എല്ലാ തൈകളും ഇതുപോലെ തന്നെയാണ്. നല്ലപോലെ മുട്ടുകളും ഉണ്ട്, നല്ലപോലെ പൂക്കളും ഉണ്ട്. ഇതിൻ്റെയൊക്കെ കളറുകൾ കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി ഇതിൻ്റെ കളറുകൾ കാണാനായിട്ട്. കാരണം നിറച്ച് പൂവുമുണ്ട്, അതുപോലെ തന്നെ നല്ലപോലെ മുട്ടുകളും ഉണ്ട്.
അതുകൊണ്ടാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും വേണ്ടില്ല ഒരു പരീക്ഷണം നടത്താം എന്നുള്ളതിൽ ഞാൻ ഇത് വാങ്ങിയത് കേട്ടോ. ഇതിൻ്റെ പെറ്റൂണിയ കണ്ടപ്പോൾ ഞാനിതിൻ്റെ തൈ വാങ്ങിയത്. കണ്ടോ ഇതിൻ്റെ വേരുകൾ കണ്ടോ, ഈ കവറിൽ നിറഞ്ഞ് നല്ല പോലെ നിറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മണ്ണൊന്നും ഒട്ടും ഇളക്കി കളയണില്ല. ഞാൻ മണ്ണ് ഇളക്കി കളയാതെയാണ് എല്ലാ തൈയും വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്നിട്ട് ബാക്കി ഉള്ള ഭാഗത്ത് ഞാൻ നമ്മുടെ പോട്ടി മിക്സ് ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ വെക്കണേ. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ. ഓരോ തൈകളും എല്ലാ ചട്ടിയിലും ഞാൻ ഇതുപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഒട്ടും വേരൊന്നും കളഞ്ഞിട്ടില്ല. ഒട്ടും ഇളക്കം തട്ടാതെ ഞാൻ അങ്ങനെ ബാക്കിയുള്ള സ്ഥലത്തും കൂടെ പോട്ടി മിക്സ് ഫില്ല് ചെയ്തിട്ട് ആണ് ഞാൻ വെക്കണേ. ഞാൻ പിന്നെ ഞങ്ങളുടെ മുറ്റത്ത് ഇപ്പോൾ സിറ്റ് ഔട്ടിൽ വെയിൽ നല്ലപോലെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണത് സിറ്റ് ഔട്ടിലായിട്ട് ഹാങ് ചെയ്ത് പെറ്റൂണിയ ഇടാം എന്നാണ് കേട്ടോ വിചാരിക്കണേ. മുൻപ് ഞാൻ ഇട്ടിരുന്നത് വിങ്കയാണ്. വിങ്ക ഹാങ് ചെയ്തിടുന്ന വിങ്ക ഉണ്ടല്ലോ, അതായിരുന്നു ഞാൻ എൻ്റെ സിറ്റ് ഔട്ടിൽ ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ വെയിൽ കുറവായതുകൊണ്ട് വിങ്കയിൽ പൂ നല്ല പോലെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിങ്ക നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ പെറ്റൂണിയയുടെ തൈകൾ അവിടെ ഹാങ് ചെയ്ത് ഇടാം എന്നാണ് വിചാരിക്കണേ. പിന്നെ എൻ്റെ കയ്യിൽ വിങ്ക പല കളറുകളും ഉണ്ട്. ഹാങ്ങിങ് വിങ്കയുണ്ട്, അതുപോലെ നമ്മൾ സാധാരണ നിലത്തും അതുപോലെ ചട്ടിയിലൊക്കെ വെക്കില്ലേ, അങ്ങനത്തെ വിങ്കയുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. 2 തരമുണ്ട്. അതുപോലെ കുറച്ചധികം തൈകളും ഉണ്ട്, കുറച്ചധികം കളറുകളുണ്ട് എൻ്റെ കയ്യിൽ വിങ്കയുടെ. അപ്പോൾ ഞാനതെല്ലാം കൂടെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ ഓരോന്നായിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ ഹാങ് ചെയ്തിടുകയാണ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം.